എന്തായാലും കുറെ കാലം ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഇതാ, എത്രയോ വർഷങ്ങളാ ഇനിയും ഞങ്ങളുടെ മുമ്പിലുള്ളത്. അതിനിടയിൽ ഈ ഒരു കൊല്ലത്തിനിടയ്ക്ക് ഒരു കുട്ടി ഉണ്ടാവാത്തതേ അത്ര വലിയ മഹാസംഭവമൊന്നുമല്ല. കല്യാണം കഴിഞ്ഞ് 5-6 കൊല്ലം കഴിഞ്ഞ് എത്രയോ പേർക്ക് മക്കളുണ്ടാവുന്നു. തന്നെയല്ല, നിഖിലിനും എനിക്കും ജോലി സ്റ്റഡിയാവാത്ത സാഹചര്യത്തില് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മതി കുട്ടികളെന്ന് ഞങ്ങൾ ആലോചിച്ചതായിരുന്നു. ആ, മീരാമ്മയ്ക്കും അതറിയാം. വസ്തുത ഇതായിരിക്കെ ഇവിടെ എന്തിനാണ് ഒരു ദുഃഖാചരണം? മിനിഞ്ഞാന്ന് നിളച്ചില ലക്ഷണങ്ങൾ കാണിച്ചപ്പോ പ്രഗ്നൻസി ആണെന്ന് ഇവിടെ എല്ലാരും പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷ അസ്ഥാനത്താണെന്ന് അറിഞ്ഞപ്പോ നിരാശയായി. അതാ സംഭവിച്ചത്. ആ, അതവിടെ കൊണ്ട് തീർന്നോന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നീ പ്രതീക്ഷിക്കാത്തോണ്ട് നിനക്ക് നിരാശയില്ല. ദേ നിഖിൽ, നമ്മൾ തമ്മിൽ ഈ വിഷയം സംസാരിച്ചു കഴിഞ്ഞതാ. കുഞ്ഞുങ്ങളെ ദൈവം തരുന്നതാണെന്നല്ലേ പറയുന്നത്? ആ, നമുക്കും ദൈവം കുഞ്ഞിനെ തരും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് അടുക്കുകയാണ്. അത് വിമലയുടെ സൈഡിൽ നിന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഒരു ഭാഗം മാത്രം കണ്ടാ പോരല്ലോ. കല്യാണം കഴിഞ്ഞ ശേഷം ജോലിക്ക് പോയ ഉദയേട്ടൻ വരുന്നത് മിക്കവാറും വർഷത്തില് ഒരിക്കലായിരിക്കും, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴായിരിക്കും. പിന്നെ ശ്രീലതാന്റിയും ഗോപിയങ്ങളും ഒക്കെ അമ്പലവും ഭക്തിയൊക്കെ ആയിട്ട് നടക്കും. ഫ്ളാറ്റിൽ ഒറ്റയ്ക്കിരുന്ന് മുരടിച്ചു കാണും വിമല, അല്ലേ? അതുമൂലം ഉണ്ടായ പ്രശ്നങ്ങളാണ് പലതും. വാസ്തവം. നിളയെങ്കിലും എന്നൊന്ന് മനസ്സിലാക്കിയല്ലോ. വിമലയുടെ ഉള്ളു തിരിച്ചറിയാൻ ഒരാളെങ്കിലും ഉണ്ടായല്ലോ. അത് മതി എനിക്ക്. എന്നാലും നീ ചെയ്ത പ്രവൃത്തികൾക്ക് ഇതൊന്നും ന്യായീകരണമല്ല. അതൊക്കെ പോട്ടെ മുത്തശ്ശ. വിമല ഇപ്പൊ ഇങ്ങോട്ട് വന്ന് മാപ്പ് പറഞ്ഞില്ലേ? ഇനി നമ്മൾ ബലം പിടിക്കുന്നതിൽ അർത്ഥമില്ല. 6Aയും 6Bയും തമ്മിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഇവിടെ അവസാനിക്കട്ടെ. അതല്ലേ നല്ലത്? എനിക്ക് സമാധാനമായി. മനസ്സിൽ നിന്ന് ഒരു വലിയ ഭാരം ഒഴിഞ്ഞുപോയി. ആ, കോംപ്രമൈസ് ആയ സ്ഥിതിക്ക് ഇവിടെ നടക്കാൻ പോകുന്ന ഒരു വിശേഷ ദിവസത്തിന് ഞാൻ വിമലെ ക്ഷണിക്കാം. വിവാഹ വാർഷികം. ഈ വരുന്ന ഞായറാഴ്ച എന്റെയും നിഖിലിന്റെയും 1ാമത്തെ വിവാഹ വാർഷികം. ആണോ? ഞായറാഴ്ച വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ ഉണ്ട്. വിമൽ എന്തായാലും വരണം. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പുറത്തുനിന്ന് ഞങ്ങളിതേ വിമലെ മാത്രമേ ഇവിടെ ക്ഷണിച്ചിട്ടുള്ളൂ. എന്തായാലും വരണം, പങ്കെടുക്കണം. ഞാൻ വരും. എന്നാ ഞാൻ ചെല്ലട്ടെ മീരച്ചി. ഭാരമുള്ളൊരു മനസ്സുമായിട്ടാ ഇങ്ങോട്ട് വന്നത്. തൂവല് പോലുള്ള മനസ്സുമായിട്ടാ ഞാൻ തിരിച്ചു പോകുന്നത്. ശരി. എവിടെയാണ്? ആലപ്പുഴ. എന്തുപറ്റി? ബാബുജിയുടെ മനസ്സിലെവിടെയോ ആ സ്ഥലപ്പേര് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നേ. ആലപ്പുഴയുമായി അങ്കിളിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. ഇപ്പോ ആള് സൈലന്റായി. ഇതാണ് ബാബുജിയുടെ മെന്റൽ കണ്ടീഷൻ. ഇടയ്ക്ക് ചില കാര്യങ്ങളിൽ പെട്ടെന്ന് പ്രതികരിക്കും. അടുത്ത നിമിഷത്തിൽ പഴയതുപോലെ ആവും. സ്ക്രീനില് ചിത്രങ്ങൾ വരികയും പോവുകയും ചെയ്യുന്ന പോലെ മനസ്സിൽ ചില മുഖങ്ങളോ സംഭവങ്ങളോ തെളിയുകയും മായുകയും ചെയ്തിട്ടുണ്ടാവും. ഡോക്ടർ അത് തന്നെയാ പറഞ്ഞത്. പക്ഷേ ആ ഓർമ്മകൾ കടന്നു വരുന്ന നിമിഷത്തിൽ ബാബുജി മറ്റൊരാളായി മാറും. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, ചെയ്യണമെന്നുണ്ട്, ആരെയൊക്കെയോ കാണണമെന്നുണ്ട്. അതുപിന്നെ മുത്തശ്ശൻ ഇന്ന് നിന്നോടല്ലേ പറഞ്ഞ മിണ്ടായിരിക്കാൻ? മുത്തശ്ശൻ ഇന്നൊരു പ്രത്യേക ഗ്ലാമർ ആണെന്ന്. മതി മതി, ഞാൻ പറഞ്ഞിരുന്നു. സാറിന് പറയാനുള്ളത്
ഇവരുടെ വിവാഹ വാർഷികത്തെക്കുറിച്ചാണ്. മുത്തശ്ശൻ ഉറക്കിടുവാണോ? ആണോ? നിള മുമ്പേ അരവിന്ദനോട് പറയുന്നത് കേട്ടു. ഇവരുടെ കല്യാണത്തിന് ഞാൻ എതിരായിരുന്നുവെന്നും. അതെ, ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് 1 വർഷം ആവുന്നില്ലേ അച്ഛാ? എന്നിട്ട് ഇതുവരെ ഞാൻ കല്യാണത്തിന് സംബന്ധിക്കാതിരുന്ന കാര്യം നിള മറന്നിട്ടില്ല. അയ്യോ മുത്തശ്ശ, ഞാനത് സാറിനോട് വെറുതെ പറഞ്ഞതാ. വെറുതെയാണെങ്കിലും വെറുത്തിട്ടാണെങ്കിലും മനസ്സിലില്ലാത്ത കാര്യം ആരും പറയില്ല. ഇനി വെറുതെയാണെന്നിരിക്കട്ടെ, എന്റെ നേരെ ആരും വിരൽ ചൂണ്ടുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ നിള വിരൽ ചൂണ്ടി, അതിൽ ഞാൻ കുറ്റപ്പെടുത്തുകയാണ്. അവളെയല്ല, എന്നെ. അതെ, അന്ന് ആവശ്യമില്ലാത്ത ധാർഷ്ട്യം കാണിച്ചത് ഞാനാണ്. അമ്പലത്തിൽ വന്ന് കല്യാണത്തിൽ പങ്കെടുത്ത് ഈ കുട്ടികളെ ആശീർവദിക്കേണ്ടത് ഞാനായിരുന്നു. അന്ന് കാണിച്ച പിടിവാശിക്ക് ഞാൻ പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. നിളയുടെയും നിഖിലിന്റെയും വിവാഹ വാർഷികം ഞാനായിരിക്കും നടത്തുന്നത്. നിങ്ങൾ പറയുന്ന മാതിരി കിടുവായിട്ടല്ല, കിടുവായിട്ട്. അതിന്റെ എല്ലാ ചെലവുകളും എന്റെ വക. വെരി ഗുഡ്. എങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ഒരു സജഷനാ. ആ, അതറിയാനുള്ള ഭാര്യയുടെ ധൃതി നോക്കി. പറ. വെഡിങ് ആനിവേഴ്സറി നമുക്ക് രാജ് കിച്ചണിൽ നടത്താം. ഒരു വെറൈറ്റി ആയിക്കോട്ടെ. കൊള്ളാം, അങ്ങനെ ആയിക്കോട്ടെ. ആ, അപ്പൊ ഞങ്ങളുടെ വിവാഹ വാർഷികം ഈ വരുന്ന ഞായറാഴ്ച മുത്തശ്ശന്റെ ചെലവിൽ രാജ് കിച്ചണിൽ വെച്ച് നടത്താനായി ഇതാ തീരുമാനിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നു. അങ്ങനെ വിവാഹ വാർഷികത്തിന്റെ ആഘോഷത്തില് ഞാൻ ക്ഷണിക്കപ്പെട്ടവളായി. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ദൈവം മേഡത്തിന്റെ കൂടാണെന്ന് മനസ്സിലാക്കാം. അത് തന്നെ. അതെങ്ങനെ മുതലാക്കണമെന്നാണ് ഇനി ആലോചിക്കേണ്ടത്. മീര ചേച്ചിക്കൊരു പ്രശ്നം ഉണ്ടാവുന്നത് നിഖിലിന് കാണാൻ വയ്യ. എന്നാൽ അവരെ പരിചരിച്ച് സോപ്പിടാൻ ചാൻസ് വേണോന്ന് താനും. അതിന് മീര ചേച്ചി വീഴണം. കുറെ ദിവസത്തേക്ക് മീര ചേച്ചി വീണ് കിടക്കണം. പക്ഷെ അങ്ങനെ വീഴുന്ന കൂട്ടത്തിലല്ല മീര മേഡം. അറ്റകൈ പ്രയോഗിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. വെഡിങ് ആനിവേഴ്സറിക്ക് എന്തായാലും കേക്ക് മുറിക്കും. ആ കേക്കില് വിഷം കലർത്തി വെക്കാം. പക്ഷേ കേക്ക് എല്ലാവരും കഴിക്കുമല്ലോ മാഡം, അത് പ്രശ്നമാവില്ലേ? ആവും. അതുകൊണ്ടാ അത് ചെയ്യാത്തത്. അല്ലെങ്കില് മീര ചേച്ചിയുടെ ഫ്ലാറ്റിൽ ചെന്ന് ഗ്യാസ് തുറന്നു വെക്കാം. അപ്പോഴും കാര്യം കൈവിട്ടു പോവും. ചിലപ്പോ ഞാൻ അകത്താവും. മീര ചേച്ചിക്ക് മാത്രമായി അടി കിട്ടണം. എന്നാൽ അതിന് പിന്നിൽ ഞാനാണെന്ന് ആരും അറിയാനും പാടില്ല. വിവാഹ വാർഷികത്തെക്കുറിച്ചുള്ള നിന്റെ കോൺസെപ്റ്റ് എന്താ? ചരമവാർഷികം പോലെ ഒരു പരിപാടി. വലിയ വലുതായിപ്പോയി. ഫലിതമല്ല. എന്നെ പോലെ സൽസ്വഭാവിയും മര്യാദക്കാരനും നല്ലവനും സർവോപരി സുന്ദരനുമായ ഒരാളല്ലായിരുന്നു നിന്റെ ഭർത്താവെങ്കിൽ നിന്റെ ചരമവാർഷികം ആചരിക്കേണ്ടി വരുമായിരുന്നു മോളെ. സമ്മതിച്ചു. എന്റെ സെലക്ഷൻ മോശമായി പോയതിന് ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? രണ്ടുപേരും ഓരോ ഗോളടിച്ചു, കോംപ്രമൈസായി. ഇനി നിനക്കെന്താ അറിയേണ്ടത്? നമ്മുടെ വിവാഹ വാർഷികം സമുചിതമായി ആഘോഷിക്കാൻ കമ്മിറ്റി കൺവീനർ മങ്കൊമ്പിൽ ഉണ്ണിത്താൻ അദ്ദേഹവും ചെയർമാൻ അരവിന്ദ് രാജയും കൂടി തീരുമാനിച്ചിരിക്കുകയാണ്. അത് കോമൺ ആയ ഒരു ആഘോഷം. അയ്യോ അമ്മേ, അമ്മ എനിക്ക്
ബാബുജി എന്താ പറ്റി? മീര ഷോ മീര എന്തു പറ്റി മീര? എന്ത് പറ്റി എന്ത് പറ്റി എങ്ങനെ വീണത്? ഏ അയ്യോ എന്റെ കാല് ഭയങ്കര വേദന. ഇതെങ്ങനെ പറ്റിയത്? അയ്യോ ഞാൻ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോ കാലൊന്ന് ഇടറിയതാ. അയ്യോ ആ, അതെ അതെ ഞാൻ കണ്ടായിരുന്നു. ആ ചെരുപ്പ് മാറ്റി. കാല് തിരുമ്മി കൊടുക്ക്. അയ്യോ ബാബുജി മീര ഏത് ഭാഗത്താ വേദന? ഇവിടെ ഇവിടെ അയ്യോ കാലിന്റെ കുഴ തെറ്റിയെന്നാ തോന്നുന്നേ. അയ്യോ ഓ ഞാനിവിടെ ഇരുന്നോളാം. കേക്ക് മുറി നടക്കട്ടെ. എന്താ അമ്മ ഇത്? അമ്മ ഇങ്ങനെ വേദനിച്ചിരിക്കുമ്പോഴാണോ ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോകുന്നത്? അയ്യോ പരിപാടിയെല്ലാം ക്യാൻസൽ ചെയ്യും. അമ്മയും കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് വാ, വാ, പോവാം. പോവാം. വേണ്ട നിഖിൽ. അതാ നല്ലത്. ശ്ശോ, എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു? അമ്മ എനിക്ക് അമ്മ എഴുന്നേക്ക്. അയ്യോ വാ, പതുക്കെ എഴുന്നേക്ക്. പതുക്കെ അച്ഛാ പതുക്കെ പതുക്കെ. പതുക്കെ. അയ്യോ എന്റെ കാല്. പതുക്കെ നോക്കി കേറ്. അമ്മയുടെ ചെരുപ്പെടുത്തോ. അയ്യോ ശരി ഡോക്ടർ. ഞാൻ ഡോക്ടറെ വിളിച്ചു. മുറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലേണ്ട ആവശ്യമില്ലെന്ന ഡോക്ടർ പറഞ്ഞത്. പെയിൻ കില്ലർ തരാൻ പറഞ്ഞു. അതുകൊണ്ടും വേദന കുറയുന്നില്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് വരാമെന്ന്. കഴിക്കും. കിടക്ക്. നടക്കാവോ അമ്മേ? ഇല്ലെങ്കിൽ ഞാൻ എടുക്കാം. പതുക്കെ നടന്നാ മതി. ഹോസ്പിറ്റലിൽ പോയാൽ മതിയായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങോട്ടിരിക്കാമേ. മീര സൂക്ഷിച്ച്. ഇവിടെ ഇരിക്കേ. എന്താ എനിക്ക് അകത്ത് പോയെന്ന് കിടക്കണം. കിടക്കണോ? ഞരക്കം കേൾക്കാൻ എന്തൊരു സുഖം. അയ്യോ കുറെ കൂടെ സ്ട്രോങ് ആയിട്ട് വീഴ്ത്തേണ്ടായിരുന്നു. അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഒന്ന് കിടക്കട്ടെ കുറച്ചു നേരം. ഇതിനെ സോഡയാ കോമ്പിനേഷൻ. വെള്ളം മതി. ഞാൻ കഴിക്കില്ല കേട്ടോ. പിന്നെ ഉദയേട്ടൻ കുടിക്കുന്ന മനസ്സിലാക്കിയത് ഇതൊക്കെ. ഈ സാധനം ആവുമ്പോ മദ്യത്തിന്റെ മണം വരില്ല. അതുകൊണ്ടാ ഇത് മതിയെന്ന് പറഞ്ഞത്. അമ്മയുടെ അടുത്ത് പോയി ഇരിക്കേണ്ടതല്ലേ. മുത്തശ്ശൻ സ്മോൾ അടിച്ച അതിന്റെ മണം അറിയാതിരിക്കാൻ മുഖത്തെല്ലാം ബാം പുരട്ടും. അപ്പോ മദ്യത്തിന്റെയും ബാമിന്റെയും മണങ്ങൾ ചേർന്ന് പുതിയൊരു സ്മെല്ലുണ്ടാവും. ഒരു സ്മോള് കഴിച്ചെന്ന് വെച്ച്
മീരേച്ചിയുടെ അടുത്ത് ചെല്ലാൻ നിഖിൽ എന്തിനാ പേടിക്കുന്നേ? നിഖിൽ അതിന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. പേടിച്ചിട്ടല്ല, അമ്മയ്ക്ക് വിഷമാവൂന്ന് ഓർത്തിട്ടാ. നിഖിൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു സുവർണ അവസരം ഈശ്വരൻ കൊണ്ട് തരും. ബാലൻസ് തെറ്റി മീരച്ചേച്ചി വീണ് ബെഡ് റെസ്റ്റിലായി. ഇനിയാണ് മകന്റെ കെയർ എന്താണെന്ന് മീരച്ചേച്ചി അറിയാൻ പോകുന്നത്. ഭർത്താവിനേക്കാൾ തനിക്ക് വേണ്ടപ്പെട്ടത് മകനാണെന്ന് ചേച്ചി മനസ്സിലാക്കണം. അറിയാവുന്ന നമ്പരൊക്കെ ഞാൻ ഇറക്കും. അറിയാൻ വയ്യാത്ത നമ്പറുകളും ഇറക്കണം. അതിനുവേണ്ടിയാ ഒരു സ്മോൾ അടിക്കാൻ ഞാൻ ഓടി വന്നത്. അടുക്കളയിലെ കാര്യങ്ങളിൽ ഞാൻ അത്ര പോരാ. ഒരെണ്ണ അകത്ത് ചെന്നാ കുറച്ച് ധൈര്യം വരും. ഒന്നാക്കണ്ട, ഒന്നുകൂടെ ഒഴിക്കും. അതം കുടിച്ചു. ധൈര്യായി. ഇനി അടുക്കളയിൽ കയറാം. ഇതെന്താ ഇങ്ങനെ? ഇത് ഇരിക്കട്ടെ. ഇതെന്തിനാടാ നിഖിലെ തേങ്ങ? തേങ്ങ ചിരകിയിട്ട ചൂട് കഞ്ഞിയും അച്ചാറുമാണ് അമ്മയ്ക്കുന്നതിന്റെ വക. എടാ, കുറച്ചു മുമ്പല്ലേ മീര ആഹാരം കഴിച്ചത്. ഇനി വിശക്കട്ടടാ. ആപ്പിറ്റൈസർ കഴിച്ചതുകൊണ്ടേ വിശപ്പുണ്ടാവും. എന്തോന്ന്? എന്റെ മുത്തശ്ശ, ഈ മരുന്ന് കഴിക്കുന്നോണ്ടേ അമ്മയ്ക്ക് വിശപ്പുണ്ടാവും. എടാ, ഇപ്പോഴും തന്നെ ചൂടുവെള്ളം. കാലിൽ ആവി പിടിക്കണ്ടേ? നിനക്ക് മറവിയുണ്ടോടാ? ദിവസം 3 നേരം ആവി പിടിച്ചാ മതി. രാവിലത്തെ കഴിഞ്ഞു. എടാ, ഇനി ഉച്ച തിരിഞ്ഞിട്ട് മതി. ഉച്ച കഴിഞ്ഞ് മഴയാണെങ്കിൽ എന്ത് ചെയ്യും? മഴയെ ആവി പിടിക്കും തമ്മിൽ എന്താ ബന്ധം? ഈ കാര്യങ്ങളെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യണം. ട്രീറ്റ്മെന്റിൽ ഉഴപ്പൊന്നും പാടില്ല. വേദനിക്കുന്ന കാല് അമ്മയുടെ, അമ്മ എന്റെ. അതുകൊണ്ട് കാല് എന്റേതാ, അറിയാവോ? ചുമ്മാ ഓരോന്നും. മാറ്. മീരയ്ക്ക് കാലിന് അസുഖം. ഇവനെന്താ തലയ്ക്ക് അസുഖം തുടങ്ങി? എന്തൊക്കെ കാണണം ഇനി. അമ്മേ, ആവി പിടിക്കാം. ആവിയോ? ഇപ്പോഴോ? ഇപ്പൊ തന്നെ. ഇപ്പോ എന്തുവാ ഇത്? ഓ, ഭയങ്കര ചൂട്. എന്റെ കാല് പൊള്ളും. അത് പൊള്ളലല്ല അമ്മേ, വേദന കുറയുന്നതിന്റെ ലക്ഷണം. പതുക്കെ നിഖിൽ. ഇനിയവൻ മീരയുടെ കാലിന് വേറെ വല്ല അസുഖവും വരുത്തി വയ്ക്കുവോ? പതുക്കെ നിഖിൽ. ഇപ്പൊ മാറുമേ? മോളെ, പപ്പൂസിനെ ഈ വഴിക്കെങ്ങും കാണാനില്ലല്ലോ. ഹേമയ്ക്ക് നല്ല സുഖമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ശ്വാസം മുട്ടൽ അങ്ങോട്ട് മാറുന്നില്ല. അമ്മ മരുന്ന് കഴിക്കുന്നുണ്ടാവില്ല. ഗുളികൾ പതുപോലെ തലേണക്കടിയിൽ ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. മരുന്നൊക്കെ കൃത്യസമയത്ത് ഞാൻ കഴിപ്പിക്കുന്നുണ്ട്. അല്ല, അവിടുത്തെ വിശേഷങ്ങൾ പറ. മീരയുടെ അടുത്തായിരിക്കുമല്ലോ നീ എപ്പോഴും. അതല്ലേ രസം. എനിക്ക് അമ്മയെ ശ്രദ്ധിക്കാൻ ചാൻസ് കിട്ടണ്ടേ? നഴ്സിംഗ് കംപ്ലീറ്റ് ഏറ്റെടുത്തിരിക്കുകയാണ് നിഖിൽ. എനിക്കറിഞ്ഞൂടാ എന്റെ പപ്പൂസേ. ഈ പൊന്നുപോലെ നോക്കുന്നു എന്നൊക്കെ പറയാറില്ലേ? പൊന്നുപോലല്ല, തങ്കം പോലെയാണ് ഇപ്പൊ നിഖിൽ മീരാമ്മയെ നോക്കുന്നത്. അവന്റെ കെയർ ഉണ്ടാലേ ഏതൊരമ്മയും കൊതിച്ചു പോവും ഒരാഴ്ച ഒന്ന് ബെഡ് റെസ്റ്റിലാവാൻ. നിഖിലിനല്ലെങ്കിലും മീരെന്ന് വെച്ച ജീവനാണല്ലോ. ഇപ്പൊ പക്ഷെ ഡബിൾ ജീവനാ. ആശുപത്രിയിൽ ഒരു നേഴ്സ് പോലും
ഇതിൽ കൂടുതൽ ഇത്ര നന്നായിട്ട് ശുശ്രൂഷിക്കില്ല. അത് നല്ലതാണല്ലോ. അരവിന്ദ് സാറിന്റെ കാര്യമാണ് ഇപ്പൊ കഷ്ടം. ഒരു ദിവസം ഹോളിലെ സോഫയിൽ കിടന്ന് ഉറങ്ങേണ്ടി വന്നു പാവത്തിന്. പനിയുണ്ടെന്ന് പറഞ്ഞ് നിഖിൽ സാറിനെ അമ്മയുടെ റൂമിൽ കിടക്കാൻ സമ്മതിച്ചില്ല. മീരയ്ക്ക് സന്തോഷമായി കാണുമല്ലോ. പക്ഷെ കാലിന്റെ വേദന സാവധാനത്തിലെ കുറയുന്നുള്ളൂ. റെസ്റ്റ് എടുക്കല്ലേ, മാറിക്കോളൂ. പക്ഷെ പപ്പൂസേ, ചില സമയത്തുള്ള നിഖിലിന്റെ പെരുമാറ്റം കാണുമ്പോഴേ അവൻ പേർപ്പസോടെയാണോ മീരാമ്മ ഇത്ര കെയറോടെ നോക്കുന്നൊരു സംശയം. അതെന്താ? അതൊന്നും അറിയില്ല. എന്നാൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കണ്ടുപിടിക്കാം. ഓക്കെ, ശരി പപ്പൂസേ. ശരി. കാലിനിപ്പോ എങ്ങനെയുണ്ട് വേദന? മീര, എന്തുപറ്റി? കാലിന് വേദനയുണ്ടോ? പിന്നെ കണ്ണു നിറഞ്ഞതോ? മീര, അറിയാതെ കണ്ണു നിറഞ്ഞു പോയതാ. അതുകൊള്ളാലോ. ചിലര് കളിയാക്കി പറയാറുണ്ട്, സ്ത്രീകൾക്ക് കരയാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടെന്ന്. സ്വിച്ചിടുമ്പോ ഫാൻ കറങ്ങുന്ന പോലെ മുഖത്ത് അദൃശ്യമായൊരു സ്വിച്ചുണ്ട്. അതിട്ട പെണ്ണുങ്ങൾക്ക് കണ്ണുനീര് വരും അത്രേ. അത് സങ്കടം വന്നിട്ടാവണമെന്നില്ല. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. ഇപ്പൊ എന്റെ കണ്ണു നിറഞ്ഞത് സങ്കടം വന്നിട്ടല്ല, പിന്നെ മനസ്സ് നിറഞ്ഞിട്ടാണ്. നിറഞ്ഞു തുളുമ്പിയിട്ട. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, നിഖിലിന്റെ അച്ഛൻ മരിച്ച് 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോ മുതല് ആലോചനകൾ വരാൻ തുടങ്ങി. പലരും നിർബന്ധിച്ചു. അച്ഛൻ പറഞ്ഞു മീരയുടെ ഇഷ്ടം പോലെന്ന്. എനിക്ക് ഇഷ്ടം പോയിട്ട് ആലോചിക്കാൻ പോലും വയ്യാത്ത കാര്യമായിരുന്നു. ചെറുപ്പം കടന്നു പോകുന്നതിന് മുമ്പ് വീണ്ടും കല്യാണം കഴിക്കുന്നതാണ് ബുദ്ധിയെന്ന് ചില ബന്ധുക്കളുടെ ഉപദേശവും. ബുദ്ധിമോശമായി പോയി കല്യാണമെന്ന് ഇപ്പൊ തോന്നുന്നാണ് പറഞ്ഞു വരുന്നേ. ഒരിക്കൽ വിരലിലൊരു മോതിരണിക്ക് ഞാൻ തുടങ്ങിയപ്പോ മുഖം തിരിച്ചെഴുന്നേറ്റ് പോയ ആളല്ലേ. അതൊരമ്മയുടെ മനസ്സിന്റെ വീർപ്പുമുട്ടൽ കൊണ്ടായിരുന്നു. ആ വീർപ്പുമുട്ടൽ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ടോ മീരയ്ക്ക്? വീർപ്പുമുട്ടലുണ്ടല്ലേ? എല്ലാം പറഞ്ഞെങ്കിൽ മാത്രമേ അറിയൂ. ഈ വർഷങ്ങൾ അത്രയും വിവാഹമേ വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി നിന്നത് കാലം എനിക്കായി കാത്തുവെച്ച ആ ഒരാൾ എത്തിച്ചേരാൻ വേണ്ടിയായിരുന്നു. കാലൊന്ന് വയ്യാതായപ്പോ എത്ര ശ്രദ്ധയോടെയാ എനിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത്. ഇത്രയും സ്നേഹം കൂട്ടായി കിട്ടിയ ഞാൻ ഒരു ഭാഗ്യവതിയാണെന്നോർത്തപ്പോ കണ്ണു നിറഞ്ഞുപോയി. എന്നും ഈ സ്നേഹം എന്റെ ഒപ്പം ഉണ്ടായാൽ മാത്രം മതി. ഉണ്ടല്ലോ, ഈ സ്നേഹം ഉണ്ടായിരിക്കും അരവിന്ദ് രാജയുടെ അവസാന ശ്വാസം നിലയ്ക്കും വരെ. മീര, എനിക്കുണ്ട് ചിലത് പറയാൻ. ശിഥിലമായി പോയൊരു ദാമ്പത്യ ബന്ധത്തിന്റെ ബാക്കി പത്രവുമായി കുറെ വർഷങ്ങൾ അലഞ്ഞ ആളാണ് ഞാൻ.